ഹലോ, ഗുഡ് മോർണിംഗ്. സൂരജാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നൊസ്റ്റാൾജിയ 88 എന്ന് പറയുന്ന നമ്മുടെ പരിപാടി എത്ര ഗംഭീരമായിട്ട് നടന്നു എന്നതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ്. ഈ നൊസ്റ്റാൾജിയ 88 എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 6 മാസം മുമ്പ് നമ്മുടെ മമ്മൂട്ടി ജയകുമാർ എൻ്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൊരു മെസ്സേജ് അയച്ചുകൊണ്ടാണ് അതിന് തുടക്കം എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാൻ ഈ മെസ്സഞ്ചർ അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടത്. എന്നിട്ട് ഞാൻ അപ്പോൾ മമ്മൂട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു, ഗ്രൂപ്പിലുണ്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏത് ഗ്രൂപ്പ്? ഞാൻ വിചാരിച്ചു ഏത് ഗ്രൂപ്പ്, എനിക്കിങ്ങനെ ഒരു ഗ്രൂപ്പുണ്ടെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കൊച്ചുമണിയെ മാരിദാസ് ബന്ധപ്പെട്ട് എൻ്റെ നമ്പർ മേടിക്കുകയും എന്നെ ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് കിടന്ന് നല്ല ഉറക്കമായിരുന്നു. ഞാൻ അത്ര നല്ല ബോധത്തിലും ആയിരുന്നില്ല. അങ്ങനെ വന്ന് എന്നെ വിളിക്കുകയും വാട്സപ്പിലാണ് വിളിച്ചത്. അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ നാട്ടിൽ നിന്നുള്ള നമ്പറാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ തിരിച്ചു വിളിച്ചിട്ട് ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ മാലിദാസാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. നൊസ്റ്റാൾജിയ 88 എന്ന് പറയുന്ന ഒരു പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. സൂരജ് അതിൽ ഗ്രൂപ്പിൽ ചേരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യം ഗ്രൂപ്പ് ഇങ്ങനെ ഉണ്ടെന്നോ, ഇങ്ങനെ KHS ഇത്രയും പേരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണെന്നോ ഒന്നും ഞാൻ കരുതിയതല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ എന്നെ ആഡ് ചെയ്തോ, ഞാൻ ബന്ധപ്പെട്ടോളാന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യമായിട്ട് വന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ ചെന്നപ്പം നമ്മുടെ മോണോയെ കണ്ടു. അപ്പോൾ മോണോ ആണ് എന്നെ വീണ്ടും ഈ ഗ്രൂപ്പിലേക്ക് ആകർഷിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ കൊച്ചുമണി. അങ്ങനെ ഈ ഗ്രൂപ്പിൽ കയറി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ എക്സിക്യൂട്ടീവൊക്കെ കഴിഞ്ഞു. ഈ പരിപാടിയുടെ ഒരു ഏകദേശ രൂപമൊക്കെ ആയി. അങ്ങനെ ഞാനും അതിൽ ആക്റ്റീവ് ആകാൻ തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് ഇത്രയും കൂട്ടുകാരെ ഓർക്കാനും, നമ്മൾ ഇത്രയും പേര് നമ്മുടെ കൂടെ പഠിച്ചിരുന്നുവെന്നും ഒക്കെ ഒരു 38 വർഷത്തിന് ശേഷം ഇത്രയും പേരെയും നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്നു എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. അത് വളരെ വലിയ ഒരു കാര്യമാണ്. നമ്മുടെ മിക്കപ്പോഴും നമ്മൾ എല്ലാവരും ഓരോ സ്ഥലത്ത് ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ ഫാമിലിയൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്കൊരു ഒറ്റപ്പെടൽ അനുഭവപ്പെടും, പ്രവാസികൾക്ക് പ്രത്യേകിച്ച്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു മോചനം കൂടിയാണ് ഈ നൊസ്റ്റാൾജിയ 88 എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ ഈ പരിപാടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഈ പല റീയൂണിയനുകളും പല അലൂമിനി ഗ്രൂപ്പുകളും ഒക്കെ കണ്ടിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് സ്കൂളുകളിൽ പോലുമല്ല ഇതൊക്കെ നടക്കുന്നത് ഏതെങ്കിലും റിസോർട്ടിൽ കുറച്ച് പേര് ചേരും. ചിലപ്പോൾ അധ്യാപകർ തന്നെ കാണണമെന്നില്ല, കുറേ ആൾക്കാർ ചേരും. ചിലപ്പോൾ ടീമുകളൊക്കെ കയറും. എന്നിട്ട് 2 വർത്താനം പറയും. അവർ വെള്ളം അടിക്കും, പോഷ് ഫുഡൊക്കെ കഴിക്കും, പിരിയും. ഇതാണ് സാധാരണ നടക്കാറുള്ളത്. പക്ഷേ ഇത് ഏറ്റവും എനിക്ക് ആകർഷകമായിട്ട് തോന്നിയതെന്ന് പറയുന്നത്, നമ്മുടെ KHS സ്കൂളിൽ വെച്ച് തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ചു എന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ വെളിയിൽ നിൽക്കുന്ന എല്ലാവർക്കും ആ സ്കൂളിലെത്തിയ പ്രതീതി ആ യൂട്യൂബ് ലൈവിലൂടെ നമുക്ക് അനുഭവപ്പെട്ടു. അതൊരു നിസ്സാര കാര്യമല്ല. 38 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ടീച്ചേഴ്സിനെ കാണാനും, നേരിട്ടല്ലെങ്കിലും നമുക്ക് അവരെയെല്ലാം ഒരുമിച്ച് കാണാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് അതിലെ ഏറ്റവും വലിയ കാര്യമായിട്ടുള്ളത്. പിന്നെ ഈ പരിപാടിയെപ്പറ്റി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, വേറെ ഒരു റീയൂണിയനിലും കണ്ടിട്ടില്ലാത്ത വിധം വിദേശത്തുള്ളവരെ ഏറ്റവും കൂടുതൽ കോർഡിനേറ്റ് ചെയ്ത ഒരു പരിപാടി ഇതല്ലാതെ ലോകത്ത് വേറെങ്ങും കാണില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ മീറ്റിലായാലും യൂട്യൂബ് ലൈവിലായാലും ഇതെല്ലാം നേരിട്ട് കാണുന്ന ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നേരിട്ട് കാണുന്ന ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പരിപാടിയിൽ ഒരുപാട് പാട്ടുകളും സ്കിറ്റുകളും ഒക്കെ അത് വളരെ കളർഫുള്ളായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തോ പറയാനാ
ഒരുപാട് സന്തോഷമായി. ഒരുപാട് ഇത് സംഘടിപ്പിച്ച മമ്മൂട്ടി, പേരെടുത്ത് തന്നെ പറയാം, മമ്മൂട്ടി, മാലിദാസ്, പിന്നെ സന്തോഷ് എന്ന് പറയുന്ന പുള്ളിക്കാരനെ എനിക്ക് നേരിട്ട് പരിചയമില്ല, എങ്കിലും സന്തോഷ് എന്ന അയാൾ, പിന്നെ ബിജു കലക്കോട്ടുള്ള നമ്മുടെ ശ്രീദേവി ടീച്ചറിൻ്റെ മകൻ ബിജു, പിന്നെ ബിജു ഗോപിനാഥ്, വിനോദ്, ഷിബു, ഇവരെല്ലാം തന്നെ ഇതിൻ്റെ പിന്നിലെടുത്തിട്ടുള്ള എഫർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിയലി അപ്രീഷിയേറ്റ്. വി ഹാവ് ടു അപ്രീഷിയേറ്റ് ഫോർ ദാറ്റ്. പിന്നെ ഈ പരിപാടി കൊണ്ട് ഇത് ഇവിടം കൊണ്ട് തീരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഇത് തുടരണം, മുന്നോട്ട് പോകും. കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഏത് പരിപാടിക്കും ഉണ്ടാകും. ദാറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇറ്റ് അപ്പാർട്ട്. ബട്ട് അപ്പോൾ ഇത് മുന്നോട്ട് തന്നെ പോകണം. ഇത് നമ്മുടെ ജീവിത അവസാന കാലം വരെ ഇത് തുടർന്നു പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും, പിന്നെ എന്നെ ഇതിലേക്ക് ചേർത്ത ശശികുമാറിനും മാലിദാസിനും ജയകുമാറിനും മനോജിനും എല്ലാം എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇതുപോലൊരു പരിപാടി ഇത്രയും വിശാലമായി, ഇത്രയും ഗ്രേറ്റായി കണ്ടക്ട് ചെയ്യാൻ കഴിഞ്ഞത് എല്ലാവരുടെയും വിജയമാണ്. ഇത് കുറച്ച് ആൾക്കാരുടെ മാത്രം വിജയമല്ല. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത, ഇതിൽ പങ്കെടുത്ത ഈ 120 പേരുടെയും വിജയമാണിത്. അത് നമ്മൾ ആഘോഷിക്കുകയാണ് വേണ്ടത്. നന്ദി. താങ്ക് യു ഒന്നും പറയുന്നില്ല. താങ്ക് യു ഒക്കെ പറയുന്നത് അത് ഫോർമലായി പോകും. അതുകൊണ്ട് താങ്ക് യു ഒന്നും പറയുന്നില്ല. ഇത് നമ്മുടെ പരിപാടിയാണ്, നമ്മൾ വിജയിപ്പിച്ചു. ദാറ്റ്സ് ഇറ്റ്.